ഈ ലോകത്തിൽ പൂർണ്ണ സ്ഥിരതയോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കണം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. എഫേസ്യർക്കെഴുതിയ ലേഖനം 6:18 എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കണം? 1. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. എഫേസ്യർക്കെഴുതിയ ലേഖനം 6:11 ഈ ലോകത്തിൽ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയും ആണ് സാത്താൻ വർഗം. അവർ നമ്മോട് എന്നും പോരാടിക്കൊണ്ടിരിക്കുന്നു. ആരെയാണ് വീഴ്ത്തേണ്ടതെന്ന് തക്കം പാർത്തിരിക്കുന്നു. ഇന്ന് ധാരാളം കുഞ്ഞുങ്ങളെയും യുവാക്കളെയും ലഹരിയിലേക്കും ലൈംഗികതയിലേക്കും വീഴ്ത്തി അവരുടെ ജീവനെ അമ്മാനമാടുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീഴാതിരിപ്പാൻ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. 2. അപ്പോസ്തലന്മാർ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. റോമാലേഖനം 1:9 അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:9 3. നമ്മുടെ അരിമനാഥനായ കർത്താവ് പലപ്പോഴും പ്രാർത്ഥിച്ചതായി നാം കാണുന്നു. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. മർക്കോസ് 1:35 പുനരുത്ഥാനം ചെയ്ത കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 7:25 ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. റോമാലേഖനം 8:34 4. സന്തോഷം പൂർണ്ണമാകുവാൻ ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 16:24 5. സമാധാനം ലഭിക്കുവാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയാലേഖനം 4:6-7 6. കരുണയും കൃപയും ലഭിപ്പാൻ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായർക്കെഴുതിയ ലേഖനം 4:16 എന്താണ് കരുണ? നാം ചെയ്ത തെറ്റുകൾ മൂലം നമുക്ക് ലഭിക്കേണ്ടത് ന്യായവിധിയും ശിക്ഷയും ആണ്. എന്നാൽ അർഹതപ്പെട്ട ശിക്ഷ ദൈവം തരാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. എന്താണ് കൃപ? അർഹതയില്ലാതിരുന്നിട്ടും ദൈവം സൗജന്യമായി നൽകുന്ന ദാനമാണ് കൃപ. അർഹിക്കാത്ത എത്രയോ നന്മകൾ ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. അത് കൃപയാണ്. 7. കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഉറച്ചു നിൽപ്പാൻ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ലൂക്കോസ് 21:34-36
മനുഷ്യനെ ഇന്ന് ഞെരുക്കുന്ന 3 കാര്യങ്ങളാണ്. 1 അതിഭക്ഷണം, 2 മദ്യപാനം, 3 ഉപജീവന ചിന്ത. ഇന്ന് ഓരോ മുക്കിലും മൂലയിലും അനേക ഹോട്ടലുകൾ നമുക്ക് കാണുവാൻ കഴിയും. ആളുകൾ ഭക്ഷണപ്രിയരായി മാറുന്നു. മദ്യപാനം സ്ത്രീകളുടെ ഇടയിൽ പോലും വർദ്ധിക്കുന്നു. ഉപജീവന ചിന്തയാൽ ഏതു വിധേനയും പണം സമ്പാദിക്കുവാൻ മനുഷ്യർ നെട്ടോട്ടമോടുന്നു. ഇങ്ങനെ ഭൗതികതയിൽ മതിമയങ്ങി ജീവിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസം എത്രയും വേഗം സമാഗതമാകും എന്ന ചിന്ത നമുക്ക് വേണം. ആ ദിവസം പാപം ഒരു കെണിയായി മാറാതിരിപ്പാൻ പ്രാർത്ഥനയിൽ ഉറച്ചിരിക്കാം. നമ്മെ വീഴാതെ അനുദിനം പരിപാലിക്കുന്നവന് നന്ദി കരയേറ്റാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവ മഹത്വവും സർവമാനവും സർവ പുകഴ്ചയും അർപ്പിക്കുവാൻ നാം ഇടയായിത്തീരുമാറാകട്ടെ. ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. യൂദ 24-25 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com